സുജ ടീച്ചർ ചോദിച്ചു, ഇപ്പോൾ സ്ത്രീകളെ വേദികളിലൊക്കെ 1-2 പേരെ ഇരുത്താം. ഇപ്പോൾ വർത്തമാന കാലത്ത് നിന്ന് നാം സംസാരിക്കുമ്പോൾ കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം CPM നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വേദികളൊന്ന് നോക്കൂ. എത്ര സ്ത്രീകൾക്ക് കിട്ടും? ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ അങ്ങേയറ്റത്തെ വേദിയുടെ അങ്ങേയറ്റത്തോ ഇങ്ങേയറ്റത്തോ ഒരു സ്ത്രീ കാണും. ആ സ്ത്രീക്ക് സംസാരിക്കാൻ അവസരം കിട്ടുന്നുവെങ്കിൽ ഈ പകുതി 3/4 പേരും ഇറങ്ങിപ്പോയതിന് ശേഷമാകും. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വേദികൾ നോക്കൂ, ഒട്ടും വ്യത്യാസമില്ല. BJPയുടെ NDAയുടെ വേദികൾ നോക്കൂ. ഇനി ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും എടുത്തു നോക്കൂ. എന്തിന് പുരോഗമന ആശയങ്ങൾ ഉറക്കെ പറയുമ്പോൾ പോലും വാക്കുകളിൽ മാത്രം സ്ത്രീ അവകാശങ്ങൾ നിലനിൽക്കുന്ന വർത്തമാനകാലത്ത് തൊട്ടടുത്തോർക്കാട്ടേരിയിൽ ഷബ്ന എന്ന് പറയുന്ന ഒരു യുവതി ഭർതൃഗൃഹത്തിലെ പീഡനം കാരണം 1 മുഴം കയറിൽ ജീവനൊടുക്കിയ കാഴ്ച കാണുന്നു. വണ്ടിപ്പെരിയാറിലെ പിഞ്ചു കുഞ്ഞിനെ അതിക്രൂരമായി ആക്രമിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതി നിരുപാധികം ഇറങ്ങിപ്പോകുമ്പോൾ ആ പ്രതി എന്ന് പറഞ്ഞാൽ ഞാനോ നിങ്ങളോ അല്ല, പോലീസ് തന്നെയാണ്. പക്ഷേ ആ പ്രോസിക്യൂഷനും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർമാർക്കും ഉണ്ടായ വീഴ്ചകളെ കുറിച്ച് കോടതിയുടെ ജഡ്ജ്മെന്റ്, കട്ടപ്പന പോക്സോ കോടതി ജഡ്ജ്മെന്റിൽ 1, 2, 3 എന്ന് പറഞ്ഞ് എഴുതി കാണുമ്പോൾ നാം എങ്ങനെ വിശ്വസിക്കും? ഞാനടക്കമുള്ള കേരളത്തിൽ അമ്മമാർ വേദനയിലാണ്. ആർക്കാണ്, എപ്പോഴാണ്, എന്താണ് സംഭവിക്കുന്നത്? സംഭവിച്ചാൽ ഒരു നിയമം പോലും കൂട്ടില്ലാതെ വരുന്നു എന്ന് പറയുന്ന സാഹചര്യം എത്രത്തോളം വേദനാജനകമാണ്. വാളയാറും അട്ടപ്പാടി മധുവും അങ്ങനെ നമുക്ക് 100 കേസുകൾ പറയുവാൻ കഴിയും.